ഈശോയിൽ സ്നേഹം നിറഞ്ഞ എൻ്റെ സഹോദരീ സഹോദരങ്ങളെ, പുതിയൊരു ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 81 സങ്കീർത്തനം 9 തിരുവചനം. നിങ്ങളുടെ ഇടയിൽ അന്യ ദൈവമുണ്ടാകരുത്, ഒരന്യ ദൈവത്തെയും നീ വണങ്ങരുത്. ദൈവമായ കർത്താവ് വളരെ വ്യക്തമായിട്ട് സങ്കീർത്തനത്തിലൂടെ പറയുകയാണ്, നീ എന്നെ മാത്രമേ ആരാധിക്കാവുള്ളൂ. നിന്റെ ഇടയിൽ വേറൊരു ദൈവം ഉണ്ടാകരുത്. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മൾക്ക് ആകുലതകൾ വരുമ്പോൾ, നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ, നമ്മൾക്ക് ദൈവം സന്താനഭാഗ്യം തരുമ്പോൾ, മനുഷ്യ സഹജമായി നമ്മളെല്ലാവരും അതിനാണ് ഒന്നാം സ്ഥാനം കൊടുത്ത് മനസ്സിൽ നമ്മൾ നിലനിർത്തുന്നത്. ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കില്ല എന്ന ഉറച്ച വിശ്വാസമുള്ള ഒരു വ്യക്തിക്ക് ആ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ സാധിക്കും. ആ ദൈവത്തെ മാത്രം ആരാധിക്കുവാൻ സാധിക്കും. മക്കളാണേലും, കഷ്ടകാലമാണേലും, സാമ്പത്തിക ബുദ്ധിമുട്ടാണേലും, വേദനകളാണേലും എല്ലാം എൻ്റെ കർത്താവ് അറിയാതെ ഒന്നും എനിക്ക് കിട്ടത്തില്ല എന്ന് ഉറച്ച ബോധ്യമുണ്ടായിരിക്കും. വിഗ്രഹങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ നിന്നും എടുത്തു മാറ്റിയിട്ട് ഏക സത്യ ദൈവമായ, ഇസ്രായേലിൻ്റെ ദൈവമായ, അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ സർവശക്തനായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ആ ദൈവം നമുക്ക് രക്ഷകനും നാഥനുമായി തന്ന യേശുക്രിസ്തുവിനെ നമുക്ക് ആരാധിക്കാം. നിങ്ങളുടെ മനസ്സിൽ നിന്നും എല്ലാ വിഗ്രഹങ്ങളും ഈ വചനത്തോടെ ഉടച്ചു മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വേദനകളും വിഷമങ്ങളും പിശാച് കൊണ്ടുവരുന്നതാണെന്ന് മനസ്സിലാക്കി ആ ദൈവത്തോട് കൂടുതൽ ചേർന്നിരുന്ന് സർവശക്തനായ ദൈവത്തെ, നിങ്ങളെ സൃഷ്ടിച്ച പിതാവായ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ വണങ്ങുവാൻ, ആരാധിക്കുവാനും ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.